ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ടെല്ലവീവിലെ അനുയായികളെ നിയന്ത്രിക്കേണ്ട ചുമതല അമേരിക്കയുടേതാണെന്നും അവർക്ക് അതിന് കഴിയില്ലെങ്കിൽ ഇറാൻ നേരിട്ട് പഠിപ്പിക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി വധിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന കാറ്റ്സിന്റെ പ്രസ്താവനയാണ് ഇറാനിൽ പ്രകോപനമുണ്ടാക്കിയത്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന തരത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇസ്രായേലിലെ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ട് കൊള്ളാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുള്ളതുമാണ്. അവർ യജമാനന്റെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവരെ എങ്ങനെ മെരുക്കണമെന്ന് ഇറാൻ പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയത്. തങ്ങളുടെ ജനങ്ങൾക്കും നേതൃത്വത്തിനുമെതിരെ ഉണ്ടാകുന്ന ഏത് ഭീഷണികളും ശക്തവും പെട്ടെന്നുള്ളതുമായ മറുപടി നൽകുമെന്നും അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ചർച്ചകളിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നല്ല കച്ചവടക്കാരാണ് ഇറാനികൾ എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരിഹസിച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാരണവശാലും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന പുറത്തുവിട്ടത്. അതേസമയം പശ്ചിമേഷ്യയിൽ വീണ്ടും നയതന്ത്ര നീക്കങ്ങൾ സജീവമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാങ്കേതിക തല ചർച്ചകൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്നിരുന്നു എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇരുപക്ഷത്തെ മുതിർന്ന നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നില്ല എന്നാണ് വിവരം. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ സമാന്തരമായാണ് ചർച്ചകൾ നടന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങിയ കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ചയെന്നാണ് വിവരം. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് പറയും. അടുത്തഘട്ട ചർച്ചകൾ ഇറാൻ പരമോന്നത നേതാവായിരുന്ന അയത്തൊള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ദോഹയിലെ ചർച്ച വളരെ മികച്ചതായിരുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും. ആണവ വിഷയത്തിൽ ഉടൻ ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും വ്യക്തമാക്കി. അതേസമയം സൈനിക ശേഷിയിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. കേടുപാടുകൾ സംഭവിച്ച ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന സാധ്യമല്ലെന്ന നിലപാടിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ഇറാൻ പറയുന്നു. ആണവോർജ്ജ ഏജൻസിക്ക് അനുമതി നൽകുന്നത് ബുഷഹർ പ്ലാന്റിൽ ഉൾപ്പെടെ രണ്ടിടത്ത് മാത്രമായിരിക്കുമെന്നും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫും വ്യക്തമാക്കി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രൂക്ഷമായി മാറിയ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക ഇറാനുമായി ചർച്ചകൾ നടത്തി ഇരുകൂട്ടർക്കും ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി എപ്പോഴും എത്തുന്നത് ഇസ്രായേൽ മാത്രമാണ്. ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കാനാണ് നെതന്യാഹുവിന്റെ ശ്രമങ്ങൾ. തങ്ങൾക്കെതിരെ ഇനിയൊരു ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്തുകയാണ് അവരുടെ ലക്ഷ്യം.